യേശുക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കസന്തി സാക്കിൻ്റെ നോവലിൽ ഒരു രംഗമുണ്ട്. പെസഹ കാലത്ത് ക്രിസ്തുവിൻ്റെ പീഡാസഹനം അവതരിപ്പിച്ച നാടകസംഘം ഭക്ഷണം കഴിച്ചത് ഫ്രാൻസിസ്കോയുടെ വീട്ടിലാണ്. ക്രിസ്തുവായി വേഷമിട്ട ആളെ കൊച്ചിന് ഏറെ ഇഷ്ടമായി. പക്ഷേ പിന്നീട് അയാൾ വേഷം അഴിച്ചു വന്നപ്പോൾ വേഷപ്പകർച്ച കണ്ട് വിഷമിച്ചു പോയ കുഞ്ഞ് പറയുന്നു, നിങ്ങൾ യേശുവായി അഭിനയിക്കുകയായിരുന്നു അല്ലേ? നാമും പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മികച്ച അഭിനേതാക്കൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകൾ അധര വ്യായാമമായി മാത്രം അതമ്പതിച്ചിരിക്കുന്നു. ദിവ്യബലികളും മറ്റ് ആരാധനാക്രമ പരിപാടികളും ചടങ്ങുകളായി മാത്രം നാം കാണുന്നു. ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി തിരക്കുകൾ ഉള്ളവരാണ് നാം ഓരോരുത്തരും. പഠനങ്ങളുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി തിരക്കുകൾ ഉള്ളവരാണ് നാം. ജീവിതത്തിൽ പ്രഥമവും പ്രധാനവുമാകേണ്ട പള്ളിയും വിശുദ്ധ കുർബാനയുമൊക്കെ ഒരു സെക്കൻഡ് ഓപ്ഷനായി കാലചക്രത്തിൽ മാറ്റം കൊണ്ടുവന്നു. ചോദിച്ചാൽ ന്യായീകരണങ്ങളുടെ നീണ്ട പട്ടിക പുറത്തുവിടാനും നാം ഒട്ടും മടിക്കില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നതും വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരനുഭവമാണ്. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തിയായിരുന്ന മാർത്തായെ തൻ്റെ അടുത്തിരുന്ന് വചനം കേൾക്കുന്ന മറിയത്തെപ്പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ക്രിസ്തു. എന്താണ് മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം? ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് വചനം ശ്രവിക്കുക മാത്രമേ അവൾ ചെയ്തുള്ളൂ. ഇരുതലവാളാകുന്ന വചനം ശ്രവിക്കുകയും അവിടത്തോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്നതാണ് നല്ല ഭാഗം. എന്നാൽ നമ്മൾ എത്ര പേരാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ നല്ല ഭാഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? എത്ര പേരാണ് നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ മറ്റുള്ളവരിൽ പ്രചോദനം നൽകിയിട്ടുള്ളത്? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ നാം ഉത്സാഹിക്കുകയും ചെയ്യുന്നില്ല. കാരണം ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രണ്ടാം തരക്കാരൻ ആയതുകൊണ്ടല്ലേ? കാരണം നമ്മുടെ ദൈവം കോപിക്കുന്ന ദൈവം ആകാത്തത് കൊണ്ടല്ലേ? നമുക്ക് വേണ്ടി ഉടുതുണി പോലുമില്ലാതെ രക്തം വിയർത്ത് കുരിശിൽ മരിച്ചത് കൊണ്ടല്ലേ? അവൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ കൂടെ ഒരല്പസമയം ചേർന്നിരിക്കുവാനും കൂടെ ആയിരിക്കുവാനും നമുക്ക് കഴിയണം. മരണത്തിൻ്റെ തലേ ദിവസം കുറച്ച് ശിഷ്യന്മാരെ കൂട്ടി മലമുകളിൽ പോയ ക്രിസ്തു അവരോട് ചോദിച്ച 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ? ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം അല്പസമയം മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ മറിയത്തെപ്പോലെ നമുക്കും നല്ല ഭാഗം തിരഞ്ഞെടുത്ത് അവന് പ്രിയപ്പെട്ടവരായി മാറാം. ഓർക്കുക, അവനോട് ഒപ്പമായിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഭാഗം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.